രാഹുൽ മാങ്കൂട്ടത്തിലെ ഡ്രൈവർ കസ്റ്റഡിയിലായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ ബംഗളൂരുവിലേക്ക് എത്തിച്ച ഡ്രൈവറാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ബംഗളൂരിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഇന്ന് പുലർച്ചെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബംഗളൂരുവിലെത്തിച്ച, അതായത് ഈ ചുവന്ന പോളോ കാറിൽ എന്ന് പറയപ്പെടുന്ന രീതിയിൽ അറിഞ്ഞ ആ ഡ്രൈവറിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം കർണാടകയിൽ, കോൺഗ്രസ് സ്വാധീനമുള്ള കർണാടകയിൽ ഒളിവിലാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇനി ഉണ്ടാവുക. ഡ്രൈവർ കസ്റ്റഡിയിലാകുന്ന സാഹചര്യത്തിൽ രാഹുലിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താനുള്ള സാധ്യത, ഫിസിക്കലി അയാളെ പിടികൂടാനുള്ള സാധ്യതയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിഷയം. ഡ്രൈവർ കസ്റ്റഡിയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം ഈ ക്രിമിനൽ പ്രവർത്തികളൊക്കെ ചെയ്ത് നിയമത്തിന് മുന്നിൽ നിന്നും ഒളിവിലേക്ക് പോയ, മുങ്ങിയ, അങ്ങനെ സഹായിച്ച ഡ്രൈവറാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതായത് ബാംഗ്ലൂരുവിലേക്ക്, കർണാടകയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ച ഡ്രൈവറാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. നോക്കൂ, സ്ത്രീ പീഡനത്തിൽ, ക്രൂരമായ ബലാത്സംഗ കേസുകളിൽ പരാതി എത്തിയതോടുകൂടി കൂടുതൽ പെടുന്നൊരു സാഹചര്യത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം നിയമത്തിന് മുന്നിൽ നിന്നും ഒളിവിലേക്ക് പോയ സാഹചര്യം. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഈ ഒളിവിൽ രാഹുലിനെ ബംഗളൂരുവിലേക്ക് കടത്തിയ ആ ഡ്രൈവറെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് അല്ലേ? ആ ഡ്രൈവറെയാണ് പിടികൂടിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവർ, ആ ഡ്രൈവറാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ ഡ്രൈവറെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. ഈ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്ന കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം വ്യാപകമായിട്ടുള്ള തെരച്ചിൽ, അത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. പക്ഷേ രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ തെരച്ചിൽ അത് ആ രീതിയിൽ തന്നെ തുടരുകയുമാണ്. ഇനിയിപ്പോൾ ഈ ഡ്രൈവറെ കൂടുതലായി ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ രാഹുലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് പോലീസിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. ആ തെരച്ചിൽ ഊർജിതമാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ആ ഡ്രൈവറിൽ നിന്ന് കൂടി ശേഖരിച്ചുകൊണ്ട് പ്രത്യേക ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ പരിശോധന നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. അതായത് ഒരു നടിയുടേതാണ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ ചുവന്ന പോളോ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറാണോ ഇത്? അത്തരത്തിലുള്ള വ്യക്തതകൾ വന്നിട്ടുണ്ടോ ഈ സംഭവത്തിൽ? അത്തരത്തിലുള്ള വ്യക്തതകൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല അജിംഷാദ്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് രാഹുലിനൊപ്പം സ്ഥിരം സഞ്ചരിച്ചിരുന്ന ഡ്രൈവർ അല്ല ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുലിനെ ബംഗളൂരു വരെ, അതായത് കർണാടക അതിർത്തിയിൽ നിന്ന് ബംഗളൂരു വരെ എത്തിച്ച ഡ്രൈവറാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ പേര് വിവരമോ മറ്റ് വിശദാംശങ്ങളോ അടക്കം ഇപ്പോൾ ലഭ്യമല്ല. പക്ഷെ അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും ഇതിൽ വ്യക്തമാകുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഈ ഡ്രൈവർ, അതായത് തമിഴ്നാട് കർണാടക അതിർത്തിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് രാഹുലിനെ എത്തിച്ച വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.